ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരുന്നാൽ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഒരു റെക്ടാങ്കുലർ കറന്റ് ക്യാരിങ് ലൂപ്പ് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരുന്നാൽ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ടോർക്ക് ഓൺ എ റെക്ടാങ്കുലർ കറന്റ് ലൂപ്പ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു റെക്ടാങ്കുലർ കറന്റ് ക്യാരിങ് ലൂപ്പ് വെച്ചിരിക്കുകയാണ്. ABCD എന്ന് പറയുന്ന ഒരു റെക്ടാങ്കുലർ ലൂപ്പ് കറന്റിന്റെ ഡിറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഈ ലൂപ്പിന്റെ ലെങ്ത് L എന്ന് വിചാരിച്ചോളൂ, ബ്രെഡ്ത്ത് B. അപ്പോൾ ഉറപ്പായിട്ടും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ടു സൗത്ത് ആയിരിക്കും. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ റെക്ടാങ്കുലർ ലൂപ്പിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഓരോ സെക്ഷനെ നമുക്ക് കൺസിഡർ ചെയ്താൽ ഓരോ സെക്ഷനിലും എന്തുണ്ട്? കറണ്ട് ഉണ്ട് അല്ലേ? അപ്പോൾ ഓരോ സെക്ഷനിലും ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓരോ സെക്ഷനായിട്ട് എടുക്കുവാണെങ്കിൽ BC ആൻഡ് AD എന്ന് പറയുന്ന ഈ രണ്ട് സെക്ഷൻ എടുക്കുക. BC ആൻഡ് AD. അപ്പോൾ BCയിലും ADയിലും ഉറപ്പായിട്ടും ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. അതിൽ കാരണം എന്താ? അതിൽ കറണ്ട് ഉണ്ട്. അത് എവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ BCയിലും ADയിലും ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? നമുക്ക് ഏത് റൂള് അപ്ലൈ ചെയ്യാം? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് അപ്ലൈ ചെയ്യാം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയാണെങ്കിൽ കറണ്ട് അങ്ങോട്ട് അല്ലേ? കറണ്ട് അങ്ങോട്ട്, മിഡിൽ ഫിംഗർ അങ്ങോട്ട് കാണിച്ചു, ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ, ഫോഴ്സ് ഡൗൺവേർഡ് ഡിറക്ഷൻ. അപ്പോൾ ആ BC എന്ന് പറയുന്ന സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡിറക്ഷൻ നമുക്ക് കിട്ടി. എങ്ങനെയാണ്? ഡൗൺവേർഡ് ഡിറക്ഷൻ. അടുത്തത് ഇവിടെയാണെങ്കിലോ മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട് ആണെങ്കിൽ ഇങ്ങോട്ട്, ഫോഴ്സിന്റെ ഡിറക്ഷൻ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അപ്വേർഡ് ഡിറക്ഷൻ. ഡിഡിയിലോ ഈ BCയിലുണ്ടാവുന്ന ഫോഴ്സ് ഡൗൺവേർഡ് ഡിറക്ഷൻ, ADയിലുണ്ടാവുന്ന ഫോഴ്സ് അപ്വേർഡ് ഡിറക്ഷൻ. അപ്പോൾ ഈ രണ്ട് ഫോഴ്സ് എങ്ങനെയാണ്? കൊളീനിയർ ഫോഴ്സ് ആണ്. അപ്പോൾ റിസൾട്ടന്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ക്യാൻസൽ ചെയ്തു, റിസൾട്ടന്റ് വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് AB ആൻഡ് CD എന്ന് പറയുന്ന ഈ രണ്ട് സെഗ്മെന്റിലെ ഫോഴ്സ് ആണല്ലോ. അപ്പോൾ AB ആൻഡ് CDയിലെ സെഗ്മെന്റ്, ആ രണ്ട് സെക്ഷൻസ് നമ്മൾ എടുക്കുവാണെങ്കിൽ അവിടെ ഫോഴ്സിന്റെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും നോക്കിക്കേ. AB എന്ന് പറയുന്നത് ശരിക്കും മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ കറന്റ് എങ്ങനെയാണ്? അപ്വേർഡ് ഡിറക്ഷൻ. ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ആണ്. മിഡിൽ ഫിംഗർ കറന്റ് അപ്വേർഡ്, ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ. തമ്പ് എങ്ങോട്ടാണ്? ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആണല്ലോ. ഇവിടെ ആണെങ്കിൽ കറന്റ് ഡൗൺവേർഡ് ഡിറക്ഷൻ ആണ് അല്ലെ? മാഗ്നറ്റിക് ഫീൽഡ് ഫോർ ഫിംഗർ കാണിച്ചു. ദെൻ ഫോഴ്സ് കണ്ടോ എവിടേക്കാണ്? ഔട്ട്വേർഡ് ഡിറക്ഷൻ. മനസ്സിലായല്ലോ. അപ്പോൾ ABയിലെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡും CDയിലെ ഫോഴ്സ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ ബോർഡും ആയിരിക്കും. അപ്പോൾ അതിന്റെ ഫലമായിട്ട് അതൊരു കോളീനിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ കപ്പിൾ ഓഫ് ഫോഴ്സ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. അതിന്റെ ഫലമായിട്ട് അവിടെ ഒരു ടോർക്ക് ഉണ്ടാവുന്നു. ഇവിടെ കിട്ടിയല്ലോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതാണ് നമ്മുടെ റെക്ടാങ്കുലർ ലൂപ്പ്. L ലെങ്ത് ഉള്ള റെക്ടാങ്കുലർ ലൂപ്പ്, ബ്രെഡ്ത്ത് B ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സെക്ഷനിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡും ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഔട്ട്വേർഡ് ഡിറക്ഷൻ. അപ്പോൾ അതിന്റെ ഫലമായിട്ട് ഇപ്പോൾ ഈ റെക്ടാങ്കുലർ ലൂപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടേക്ക് ഇങ്ങനെ ഒരു ഫോഴ്സ് വരുന്നു, ഇവിടെ നിന്നാണ് ഇങ്ങോട്ടൊരു ഫോഴ്സ് വരുന്നു. അതിന്റെ ഫലമായിട്ട് ഇത് എന്ത് ചെയ്യുന്നത്? ഒന്ന് ടേൺ ചെയ്യുന്നു, ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. ആ റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഫോഴ്സ് അതിനെ നമ്മൾ പറയുന്നത് എന്ത്? ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ? ടോർക്ക് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ ആ ഫോഴ്സിന്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എന്തായിരുന്നു ഫോഴ്സിന്റെ ഇക്വേഷൻ? നമ്മൾ പഠിച്ച കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ കേസിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? I ഇൻറ്റു വെക്ടർ L ക്രോസ് വെക്ടർ B എന്നായിരുന്നു അല്ലേ? അപ്പോൾ ഈ ABയും CDയുടെയും കേസ് നമ്മൾ എടുക്കുവാണെങ്കിൽ അത് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പ്ലേസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആംഗിൾ തീറ്റ വാല്യൂ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും.
അപ്പോൾ നമ്മുടെ ആ ഇക്വേഷനിൽ, അതായത് ഫോഴ്സിൻ്റെ ആ ഇക്വേഷൻ ILB സൈൻ തീറ്റ എന്നുള്ള ഇക്വേഷനിൽ സൈൻ 90 എന്ന് വരുന്ന, അപ്പോൾ ദാറ്റ് ഈസ് F ഈക്വൽസ് ILB. അപ്പോൾ ഓർത്തിരിക്കുക, AB ആൻഡ് CD ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. F ദാറ്റ് ഈസ് ഈക്വൽ ടു ILB ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ടോർക്കാണ് വേണ്ടത്. ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോർക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വൺ ഓഫ് ദ ഫോഴ്സ് ആൻഡ് perpendicular distance between the forces, അല്ലെ? perpendicular distance. അപ്പോൾ ടോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്താ നമ്മൾ കണ്ടുപിടിച്ചു? ILB. ഇനി നമുക്ക് വേണം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ് വേണം, അല്ലെ? അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു സെഗ്മെന്റിനെ മാത്രം നമുക്ക് വരയ്ക്കാം. അതായത് BC എന്ന് പറയുന്ന സെഗ്മെന്റിന് മാത്രം. അതിന്റെ ലെങ്ത് നമുക്കറിയാം, B ആണ് ലെങ്ത്. ഇതാണല്ലോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ മീറ്റിംഗ് പോയിന്റിന് ഞാൻ D എന്ന് പേര് കൊടുക്കാം. BD എന്ന് പറയുന്നതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ദിസ് ആംഗിൾ തീറ്റ എന്ന് വിചാരിക്കാം. ആ ആംഗിൾ തീറ്റ നമുക്ക് അവിടെ കിട്ടുന്നത് എങ്ങനെയാണോ? ഈ BC എന്ന് പറയുന്ന പ്ലെയിനിന് നമ്മളൊരു നോർമൽ വരയ്ക്കാം. അപ്പോൾ ആ നോർമലിന്റെ ഡിറക്ഷൻ ഇതായിരിക്കും. ഇതാണ് ആ നോർമൽ വെക്ടറിന്റെ ഡിറക്ഷൻ. അപ്പോൾ ആ കറന്റ് ലൂപ്പിന് നമ്മളൊരു അതിന്റെ പ്ലെയിനിന് നമ്മളൊരു നോർമൽ വരച്ചാൽ ദാറ്റ് നോർമലും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റയായിട്ട് നമ്മൾ എടുക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഓർത്തിരിക്കുക. ആ കറന്റ് ക്യാരിയിങ് റെക്ടാങ്കുലർ ലൂപ്പിലെ പ്ലെയിനിന് നമ്മളൊരു നോർമൽ വരച്ചു കഴിഞ്ഞാൽ ആ നോർമലും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. അപ്പോൾ മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്ത് നമുക്ക് ഈ ആംഗിൾ തീറ്റ ആണ്, ഉറപ്പായിട്ടും ദിസ് ആംഗിൾ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് BD, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. BD എന്താണെന്നാ വേണ്ടത്? ആ BD നമുക്ക് കണ്ടുപിടിക്കാമല്ലോ എളുപ്പത്തിൽ. ട്രയാങ്കിൾ BDC കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് സൈൻ തീറ്റ എന്തായിരിക്കും? സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് ആവശ്യമുള്ള BD, അല്ലേ? ഹൈപ്പോട്ടിന്യൂസിന്റെ വാല്യൂ BC ആണ്, അതിന്റെ വാല്യൂ സ്മോൾ b ആണ്. അങ്ങനെ നമുക്ക് കിട്ടി BD ദാറ്റ് ഈസ് ഈക്വൽ ടു B സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയി. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് BD എന്ന് പറഞ്ഞു കൊടുക്കാം. അതിന്റെ വാല്യൂവും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ILB ഇൻറ്റു BD എന്താ നമുക്ക് കിട്ടിയത്? എങ്ങനെ? B സൈൻ തീറ്റ ആണല്ലോ. ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണ്, എഴുതുവാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു ആ സ്മോൾ ലെറ്റേഴ്സ്, അതായത് ലെങ്ത് L ആൻഡ് ബ്രെഡ്ത്ത് B, അതിനെ ഒരുമിച്ച് എഴുതി, ഇൻറ്റു B സൈൻ തീറ്റ. അതിന്റെ കാരണം നോക്കുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ആരാണ്? ഏരിയ ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഏരിയ ഓഫ് റെക്ടാങ്കുലർ ലൂപ്പ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു AB സൈൻ തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു IAB സൈൻ തീറ്റ. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. പ്രോബ്ലത്തിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഈക്വൽസ് IAB സൈൻ തീറ്റ. വീണ്ടും ഈ IA എന്ന് പറയുന്നത് മൊമെന്റ് ആണ്, മാഗ്നറ്റിക് മൊമെന്റ്. മാഗ്നറ്റിക് മൊമെന്റ് അതിന് നമ്മൾ കൊടുക്കുന്ന സിമ്പിളാണ് സ്മോൾ ലെറ്റർ M. സ്മോൾ m ദാറ്റ് ഈസ് ഈക്വൽ ടു IA. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. M ദാറ്റ് ഈസ് ഈക്വൽ ടു IA എന്ന് ഓർത്താൽ മതി. IA. അപ്പൊ എന്താ വരുന്നത്? ടോർക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ആ IAക്ക് പകരം നമ്മൾ എന്താ കൊടുക്കുന്നത്? M എന്ന് കൊടുക്കുന്നു. അപ്പോൾ MB സൈൻ തീറ്റ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. റെക്ടാങ്കുലർ കറന്റ് ക്യാരിയിങ് ലൂപ്പിലെ ടോർക്കിന്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു MB സൈൻ തീറ്റ. അല്ലെങ്കിൽ വെക്റ്റർ ഫോമിൽ കൊടുക്കുവാണെങ്കിൽ വെക്റ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്റ്റർ M ക്രോസ് വെക്റ്റർ B.
വെക്റ്റർ ടോ ദറ്റ് ഈസ് ഈക്വൽ ടു വെക്റ്റർ എം ക്രോസ് വെക്റ്റർ ബി. ഡീറ്റെയിലോ? അപ്പോൾ നമ്മൾ ചെയ്തത് ഇത്ര മാത്രം. ഒരു റെക്ടാങ്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൽ ആ റെക്ടാങ്കുലർ ലൂപ്പ് പ്ലേസ് ചെയ്യുമ്പോൾ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമുക്കറിയാം ഈ ഓരോ സെക്ഷനിൽ കൂടെയും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സെക്ഷൻ, അതായത് ബി സി എന്ന് പറയുന്ന സെക്ഷനും അതേമാതിരി എ ഡി എന്ന് പറയുന്ന സെക്ഷനിലെ ഫോഴ്സ് എന്ന് പറയുന്നത് കൊളീനിയർ ഫോഴ്സ് ആണ്. അതായത് ഒരു ലൈനിൽ കൂടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. അപ്പോൾ അത് ഓപ്പോസിറ്റ് ഇൻ ഡിറക്ഷൻ ആണ്. അതോടൊപ്പം തന്നെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. അപ്പോൾ അത് കാരണം അത് ക്യാൻസൽ ചെയ്തു പോയി. അതായത് അവർക്ക് ആ ഫോഴ്സിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാന്ന്. പിന്നെ അടുത്ത രണ്ട് സെഗ്മെന്റ്, അതായത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിരിക്കുന്ന ഈ എ ബി എന്ന് പറയുന്ന സെക്ഷനും അതോടൊപ്പം തന്നെ സി ഡി എന്ന് പറയുന്ന സെക്ഷനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എ ബിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡും, ഇവിടെയാണെങ്കിൽ ഇങ്ങോട്ട്. അതോടൊപ്പം തന്നെ ഇവിടെയാണെങ്കിൽ അതായത് സി ഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഔട്ട്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഇരിക്കുന്ന റെക്ടാങ്കുലർ ലൂപ്പ് ഒന്ന് ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റിംഗ് ഇഫക്റ്റിനെ നമ്മൾ പറയുന്നത് എന്ത്? ടോർക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ടോർക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ് എന്താന്ന് വേണം. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ് കണ്ടുപിടിക്കാൻ അപ്പോൾ നോക്കുക, അതായത് ഇവിടെ ഈ എൻഡിലെ ബി എന്ന് പറയുന്ന എൻഡിലെ ഫോഴ്സ് എന്ന് പറയുന്ന ഔട്ട്വേർഡ് ഡിറക്ഷൻ, എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് ഇവിടെയൊക്കെ ഔട്ട്വേർഡ് ഡിറക്ഷൻ, ഈ സൈഡിലൊക്കെ. അവിടെയാണെങ്കിൽ ഇൻ ടു ദ വരും. അപ്പോൾ ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്ന ഔട്ട്വേർഡ് ഡയറക്ഷൻ, അതിനെ ജസ്റ്റ് ഇതാ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു താഴേക്കായിട്ട് കാണിച്ചിട്ടുണ്ട്. സിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻ ടു ആണ്. ഇവിടെയൊക്കെ ഇൻ ടു ആണ്. അപ്പോൾ സിയിലും ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡാണ്. അപ്പോൾ ജസ്റ്റ് ഇതാ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഫോഴ്സിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഇത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്, ബി ഡി, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ്. അപ്പോൾ ഇവിടെ ആംഗിൾ തീറ്റ എടുക്കുമ്പോൾ കൺസിഡർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആ പ്ലെയിനിന് നമ്മളൊരു നോർമൽ വരച്ചാൽ ആ നോർമലും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അല്ലാതെ ആ ലൂപ്പും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ പ്ലെയിനിന് നമ്മളൊരു നോർമൽ വരച്ചാൽ ദാറ്റ് നോർമലും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ദിസ് ആംഗിളും തീറ്റ തന്നെയായിരിക്കും. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ബി ഡി സിയിൽ നിന്ന് സൈൻ തീറ്റ എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയ ബി ഡി എന്താന്ന് കിട്ടും. അപ്പൊ നമ്മൾ ടോർക്കിന്റെ ഇക്വേഷനിലേക്ക് പോവുകയാണ്. അതായത് ആ ഫോഴ്സിന്റെ വാല്യൂ നമുക്കറിയാം ILB ആണ്. കാരണം തീറ്റ 90 ഡിഗ്രി സൈൻ 90 1 ആയിട്ട് വരുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വൺ ഓഫ് ദ ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ് ടോർക്കിന്റെ ഇക്വേഷൻ. അപ്പോൾ ടോർക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ILB ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയത് B സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഒരുമിച്ച് വരുന്ന രീതിയിൽ. കാരണം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ആണ്. അപ്പോൾ ആ വാല്യൂ നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുത്തു. വീണ്ടും മാഗ്നറ്റിക് മൊമെന്റ് ആണ് IA എന്ന് പറയുന്നത്. മാഗ്നറ്റിക് മൊമെന്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, ചോദിക്കാറുണ്ട്. M ദാറ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു A. അപ്പോൾ ഉറപ്പായിട്ടും അതിന്റെ യൂണിറ്റും കൂടി നമുക്ക് ഓർക്കാമല്ലോ. എന്തായിരിക്കും യൂണിറ്റ്? കറന്റ് ഇൻറ്റു ഏരിയ എന്നല്ലേ. അപ്പോൾ ആംബിയർ ഇൻറ്റു മീറ്റർ സ്ക്വയർ, ആംബിയർ മീറ്റർ സ്ക്വയർ എന്നായിരിക്കും അതിന്റെ യൂണിറ്റ്. നൗ ആ വാല്യൂ കൂടി കൊടുക്കുമ്പോൾ നമുക്ക് ടോർക്കിന്റെ ഇക്വേഷൻ ആയി ദാറ്റ് ഈസ് ഈക്വൽ ടു MB സൈൻ തീറ്റ. അല്ലെങ്കിൽ വെക്റ്റർ ഫോമിൽ കൊടുക്കുവാണെങ്കിൽ വെക്റ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്റ്റർ M ക്രോസ് വെക്റ്റർ B. ഇനി നമുക്ക് രണ്ട് കാര്യം കൂടി ശ്രദ്ധിക്കാം. അതായത് എപ്പോഴാണ് ഈ ടോർക്ക് മാക്സിമം ആയിട്ട് വരുന്നത്, എപ്പോഴാണ് ടോർക്ക് മിനിമം ആയിട്ട് വരുന്നത്, അത് നമുക്ക് പ്രോബ്ലത്തിൽ ചോദിക്കാറുണ്ട്, അതിന്റെ കേസ് ആയിട്ട് പറയാറുണ്ട്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഈ റെക്ടാങ്കുലർ കറന്റ് ക്യാരിയിങ് ലൂപ്പ് ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പറഞ്ഞു നോർത്ത് ടു സൗത്ത് അങ്ങോട്ടേക്കാന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ കറക്റ്റ് ആ മാഗ്നറ്റിക് ഫീൽഡിന് ഇങ്ങനെ പാരലൽ ആയിട്ട് വെക്കുവാണെങ്കിൽ, ഇതാണ് നമ്മുടെ റെക്ടാങ്കുലർ കറന്റ് ക്യാരിയിങ് ലൂപ്പ്, ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് വിചാരിച്ചോ. അപ്പോൾ കറക്റ്റ് പാരലൽ ആയിട്ടാണ് നമ്മുടെ കറന്റ് ക്യാരിയിങ് ലൂപ്പ് നമ്മൾ വെക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആ പ്ലെയിനിന് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ, അതായത് ആ റെക്ടാങ്കുലർ കറന്റ് ക്യാരിയിങ് ലൂപ്പിന്റെ പ്ലെയിനിന് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പെർപെൻഡിക്കുലർ എങ്ങനെയായിട്ടാണ് വരുന്നത്? പെർപെൻഡിക്കുലർ ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ ആ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോർക്ക് ഒരു മാക്സിമം വാല്യൂ കിട്ടും.
അപ്പൊ ടോർക്ക് മാക്സിമം ആവുന്നത് എപ്പോഴാണ്? ആ റെക്ടാങ്കുലർ കറന്റ് ക്യാരിങ് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ട് വെച്ചാൽ. അങ്ങനെ പാരലായിട്ട് വെച്ചാലാണ് നമുക്ക് ആ നോർമലും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ 90 ഡിഗ്രി വരുള്ളൂ. അങ്ങനെ ടോർക്ക് മാക്സിമം ആയിട്ട് വരുള്ളൂ. നേരെ മറിച്ച് കറന്റ് ക്യാരിങ് റെക്ടാങ്കുലർ ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ കീപ്പ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കറന്റ് ക്യാരിങ് ലൂപ്പ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ, അപ്പൊ നോക്കി ആ പ്ലെയിനിൽ നമ്മളൊരു നോർമൽ വരച്ചാൽ ആ നോർമലിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും അല്ലേ? അപ്പോ മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ അങ്ങോട്ട് തന്നെയാണ്. അപ്പൊ നോർമലും മാഗ്നറ്റിക് ഫീൽഡും സെയിം ഡിറക്ഷൻ ആണ്. ആംഗിൾ തീറ്റ വാല്യൂ എന്തായിരിക്കും? 0 ഡിഗ്രി. ടോർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ടോർക്ക് മിനിമം ആയിരിക്കും. അപ്പൊ ഓർക്ക, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ റെക്ടാങ്കുലർ കറന്റ് ക്യാരിങ് ലൂപ്പിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ടോർക്ക് ഒരു മിനിമം വാല്യൂ ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ട് റെക്ടാങ്കുലർ കറന്റ് ക്യാരിങ് ലൂപ്പ് വെച്ച് കഴിഞ്ഞാൽ ടോർക്ക് ഒരു മാക്സിമം വാല്യൂ ആയിരിക്കും. അപ്പൊ ആ രണ്ട് കേസും കൂടി ഒന്ന് നോക്കുക. അതായത് കേസ് 1, when plane of loop is parallel to magnetic field. അങ്ങനെയെങ്കിൽ തീറ്റ വാല്യൂ 90 ഡിഗ്രി വരും. അപ്പോൾ ടോർക്ക് ഒരു മാക്സിമം വാല്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് MB sin 90. ദാറ്റ് ഈസ് MB sin 90 എന്ന് പറയുന്ന 1 ആയിരിക്കും. അല്ലെങ്കിൽ തൊട്ട് മുകളിലത്തെ ഇക്വേഷനിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ IAB sin 90. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? മാക്സിമം വാല്യൂ ആയിട്ട് തന്നെ കിട്ടും IAB. ഓർത്തിരിക്കുക, പ്ലെയിൻ ഓഫ് ദ ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ടോർക്ക് മാക്സിമം. ദെൻ കേസ് 2, when plane of loop is പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. പെർപെൻഡിക്കുലർ ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ വാല്യൂ എന്തായിരിക്കും? 0 ഡിഗ്രി. ടോർക്ക് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. അപ്പോൾ സൈൻ 0 എന്ന് വരുന്നു. സൈൻ 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0. അപ്പോൾ ഈ രണ്ട് കേസും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ടോർക്കിന്റെ ഇക്വേഷൻ കിട്ടിയത് എങ്ങനെയായിരുന്നു? ടോ ഈക്വൽസ് MB സൈൻ തീറ്റ, അല്ലെങ്കിൽ വെക്ടർ ടോ ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്ടർ M ക്രോസ് വെക്ടർ B, അല്ലെങ്കിൽ ടോ ഈക്വൽസ് IAB സൈൻ തീറ്റ. ഇനി നമുക്ക് ഇത് ഒരു ടേൺ ഉള്ള ലൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്ത്. അങ്ങനെ n ടേൺസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ എന്താ മാറ്റം വരുന്നത്? n ഇൻറ്റു എന്ന് പറഞ്ഞു വരും. അതായത് ടോ ദാറ്റ് ഈസ് ഈക്വൽ ടു NIAB സൈൻ തീറ്റ. അപ്പൊ ടോർക്കിന്റെ വാല്യൂ n ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നമ്പർ ഓഫ് ടേൺസ് കൂടുന്നതനുസരിച്ച് ടോർക്കും ഇൻക്രീസ് ചെയ്യും. ടോ ഈക്വൽസ് NIAB സൈൻ തീറ്റ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചായിരുന്നു ഒരു കറന്റ് ക്യാരിങ് സർക്കുലർ ലൂപ്പിന്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ അല്ലെ? ഈ കറന്റ് ക്യാരിങ് സർക്കുലർ ലൂപ്പിനെ നമുക്ക് ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അതെങ്ങനെയാന്ന് നോക്കാം. കറന്റ് ലൂപ്പ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ. അപ്പോൾ കറന്റ് ക്യാരിങ് സർക്കുലർ ലൂപ്പിന്റെ കേസിൽ ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റില് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് എങ്ങനെയായിരുന്നു? B ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 I r സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു x സ്ക്വയർ പ്ലസ് r സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ആണല്ലോ. ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റില് മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ B ഈക്വൽസ് μ0 I r സ്ക്വയർ ബൈ 2 ഇൻറ്റു x സ്ക്വയർ പ്ലസ് r സ്ക്വയർ ഓൾ റേസ് ടു 3/2. ആ റേഡിയസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ പോയിന്റിലേക്കുള്ള ദൂരമായ x വളരെ വലുത് ആണെങ്കിൽ, അതായത് x വെരി മച്ച് ഗ്രേറ്റർ ദാൻ റേഡിയസ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. B ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 I r സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു, അപ്പോൾ ഡിനോമിനേറ്ററിൽ ഈ r എന്നുള്ള ടേം നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? x സ്ക്വയർ ഓൾ റേസ് ടു 3/2 ആണല്ലോ. അപ്പോൾ ഈ 2 അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് B ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 I r സ്ക്വയർ ഡിവൈഡഡ് ബൈ 2x ക്യൂബ് എന്ന് വന്നു അല്ലേ? ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാണ്. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഒരു പൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും നോക്കാം.
μ0I r² ഡിവൈഡഡ് ബൈ 2x³ എന്നുള്ള ഇക്വേഷന് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരു പൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതുവാണ്. ഈ പൈയെ ഞാൻ ഈ r² അടുത്ത് നീക്കി എഴുതുന്നു. ഈ പൈയെ നമ്മുടെ 2ന്റെ അടുത്തേക്ക് മാറ്റി കൊടുക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ വരുന്നത് നോക്കാം. b that is equal to μ0I πr² ഡിവൈഡഡ് ബൈ 2πx³. ഇതാ ഇക്വേഷനിലേക്ക് നോക്കിക്കേ. πr² എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഏരിയ അല്ലേ? ഏരിയ ഓഫ് സർക്കുലാർ ലൂപ്പ്. πr² എന്ന് പറയുന്ന ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ടാ വന്നേ? b that is equal to μ0IA by 2πx³ ആണല്ലോ. μ0IA by 2πx³. IA എവിടെയോ കണ്ടുപരിചയമുണ്ട് അല്ലേ? തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു. IA എന്തായിരുന്നു? മാഗ്നറ്റിക് മൊമെന്റ് ആണ്. അപ്പൊ നമുക്ക് കൊടുക്കാം സിൻസ് IA that is equal to magnetic moment m, therefore B equals μ0m divided by 2πx³. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ πx³ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ വരുന്നത് നോക്കിക്കേ. μ0 2m ഡിനോമിനേറ്റർ നോക്കിയേ. 2 × 2 എന്ന് പറയുമ്പോൾ എന്താ? 4π. 2 × 2 എന്ന് പറയുമ്പോൾ 4 ആണ്. പിന്നെ പൈ ഉണ്ട്, അത് എഴുതി 4π. then divided by x³ അല്ലേ? ആ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. b that is equal to μ0 by 4π 2m by x³. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഇക്വേഷന് സിമിലർ ആയിട്ട് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിരുന്നു അല്ലെ? ഇലക്ട്രിക് ഡൈപോള് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരുന്നാൽ അതിന്റെ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ അതെന്തായിരുന്നു നമ്മൾ പഠിച്ചത്? E that is equal to 1 by 4π epsilon 0 2p by r³ അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ x അല്ലേ എടുത്തത്, അത് തന്നെ ഇവിടെ x എന്നുള്ള രീതി കൊടുക്കാം അല്ലേ? E equals 1 by 4π epsilon 0 2p by x³. അപ്പൊ ഇതിന് സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ അല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ആ രണ്ട് ഇക്വേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞത് ഓർത്തിരിക്കുക. എന്താണ്? പെട്ടെന്ന് എളുപ്പത്തിലേക്ക് എത്താനായിട്ട് ഇതാ ഇവിടെ 1 by epsilon 0 വരുന്നിടത്ത് എന്ത് ചെയ്താൽ മതി? μ0. അതല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. നോക്കൂ, ആ 1 by epsilon 0ന്റെ പകരമാണ് ഇതാ ഇവിടെ μ0. അപ്പൊ കണ്ടോ, μ0 by 4π. ഇനി ആ p എന്ന് പറയുന്നത് എന്താണ്? ഡൈപോൾ മൊമെന്റ് ആയിരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അല്ലേ? അപ്പൊ ഇവിടെ മാഗ്നറ്റിക് മൊമെന്റ് ആണ്. എന്താ നമ്മൾ കൊടുക്കേണ്ടത്? m. അപ്പൊ നോക്കൂ, അങ്ങനെ കൊടുത്താൽ നമ്മുടെ ഇക്വേഷൻ ആയി. കണ്ടോ, പിയുടെ പ്ലേസിൽ m കൊടുത്തു. അപ്പൊ നേരിട്ട് വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും, ഈ കണ്ടീഷൻ ഒന്ന് ഓർത്തിരിക്കുവാണെങ്കിൽ. വീണ്ടും ഓർക്കണം, ഇലക്ട്രിക് ഫീൽഡ് വരുന്നിടത്ത് എന്ത് കൊടുത്തേക്കണം? മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ആയ b എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇക്വറ്റോറിയൽ ലൈനിലെ ഇക്വേഷൻ കൂടി എഴുതാലോ. ഇക്വറ്റോറിയൽ ലൈനിലെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് വരുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു ഇക്വേഷൻ? 1 by 4π epsilon 0 p by r³ അല്ലെങ്കിൽ p by x³ അല്ലേ? ആക്സിയൽ ലൈനിന്റെ നേരെ ഹാഫ് ആയിരിക്കും. അപ്പോൾ b നമുക്ക് വേഗം എഴുതാം. 1 by epsilon 0ക്ക് പകരം μ0 എന്ന് കൊടുക്കാം, ഡിവൈഡഡ് ബൈ 4π. pക്ക് പകരം എന്ത് കൊടുക്കും? m ഡിവൈഡഡ് ബൈ x³. അപ്പൊ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഈ കറന്റ് ലൂപ്പിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു ഡൈപോൾ ആയിട്ട് കൺസിഡർ ചെയ്യാം വിത്ത് മാഗ്നറ്റിക് മൊമെന്റ്. വിത്ത് മാഗ്നറ്റിക് മൊമെന്റ് എന്താണ്? m. അപ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് m ആണ്, ദാറ്റ് ഈസ് IA. അപ്പോൾ ഒരു കറന്റ് ക്യാരിയിങ് സർക്കുലർ ലൂപ്പിനെ നമുക്ക് ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് കൺസിഡർ ചെയ്യാം വിത്ത് ഡൈപോൾ മൊമെന്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് m that is equal to I into A. വീണ്ടും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ആ മാഗ്നറ്റിക് ഡൈപോളിന്റെ ആ പോൾസ് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ എങ്ങനെ നമ്മൾ തിരിച്ചറിയും? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ കറന്റ് ക്യാരിയിങ് സർക്കുലർ ലൂപ്പിനെ നമ്മൾ നോക്കുമ്പോൾ
ആ സൈഡിൽ കറന്റ് ഡിറക്ഷൻ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണെങ്കിൽ ആ ഫേസ് സൗത്ത് പോളും, അതോടൊപ്പം തന്നെ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണെങ്കിൽ ആ ഫേസ് എന്തായിട്ട് നമ്മൾ എടുക്കണം? നോർത്ത് പോളായിട്ട് എടുക്കണം. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം തറവാക്കാം. ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണെങ്കിൽ ആ ഫേസ് സൗത്ത് പോൾ എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഉറപ്പായിട്ടും അടുത്തത് ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആയിരിക്കും, അത് നോർത്ത് പോൾ ആയിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തിരിക്കണം. കറന്റ് ക്യാരിയിങ് സർക്കുലർ ലൂപ്പിന്റെ കേസിൽ ആ പോൾസ് നമ്മൾ തിരിച്ചറിയുന്നത് കറന്റിന്റെ ഡിറക്ഷൻ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണെങ്കിൽ ആ ഫേസ് സൗത്ത് പോൾ ആയിരിക്കും. കറന്റ് ഫ്ലോയുടെ ഡിറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണെങ്കിൽ ആ ഫേസ് എന്തായിരിക്കും? നോർത്ത് പോളും ആയിരിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, കറന്റ് ലൂപ്പിനെ നമുക്കൊരു മാഗ്നറ്റിക് ഡൈപോളായിട്ട് കണക്കാക്കാം. അത് ചെയ്തത് ഇത്രയേ ഉള്ളൂ. ആ കറന്റ് ക്യാരിയിങ് സർക്കുലർ ലൂപ്പിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലത്തിൽ ആക്സിയൽ ലൈനിൽ ഒരു പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താന്ന് നോക്കി. ദാറ്റ് ഇക്വേഷനിൽ റേഡിയസ് വളരെ ചെറുതായത് കാരണം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുത്തു. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനും ഒരു പൈ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പൈ ഇൻറ്റു ആർ സ്ക്വയർ വന്നപ്പോൾ അവിടെ ഏരിയ എന്നുള്ള ടേം നമ്മൾ കൊടുത്തു. അപ്പോൾ നമുക്ക് ഐ എ എന്നുള്ള ടേം വന്നു. ഐ എ എന്ന് പറയുന്നതാണ് നമ്മുടെ മാഗ്നറ്റിക് മൊമെന്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അതിനെ നമ്മൾ ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുല കിട്ടി. μ0/4π 2m/x³. ഇതിന് സിമിലർ ആയിട്ട് ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ നമുക്ക് ഇക്വേഷൻ ഉണ്ടായിരുന്നു അല്ലെ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ 1/4πε0 2p/x³. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 1/ε0ന്റെ പ്ലേസിലാണ് μ0 ഇവിടെ വന്നിരിക്കുന്നത്. ഡൈപോൾ മൊമെന്റ് പിയുടെ പ്ലേസിലാണ് ഇവിടെ മാഗ്നറ്റിക് മൊമെന്റ് m വന്നിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ബി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് കറന്റ് ക്യാരിയിങ് സർക്കുലർ ലൂപ്പിന് എന്തായിട്ട് കണക്കാക്കാം? ഒരു ഇലക്ട്രിക് മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് കണക്കാക്കാം വിത്ത് മാഗ്നറ്റിക് മൊമെന്റ് m = IA. വീണ്ടും അത് ഏത് പോൾസ് ആണ് ഏത് ഫേസ് എന്ന് തിരിച്ചറിയാനായിട്ട് കറന്റിന്റെ ഫ്ലോ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണെങ്കിൽ ആ ഫേസ് സൗത്ത് പോൾ ആയിട്ട് എടുക്കുക. കറന്റിന്റെ ഫ്ലോ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണെങ്കിൽ ആ ഫേസ് നോർത്ത് പോൾ ആയിട്ട് കണക്കാക്കാം. ഇപ്പൊ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു കറന്റ് ക്യാരിയിങ് ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം. കാരണം നമുക്ക് ഇലക്ട്രോൺസ് ഇപ്പൊ തൽക്കാലം ഇപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും കറന്റിന്റെ ഫ്ലോ എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആയിരിക്കും. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ റിവോൾവിംഗ് ഇലക്ട്രോണിന്റെ കേസിൽ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കാം, ഒരു ന്യൂക്ലിയസ്, ഇതാ നമ്മുടെ ന്യൂക്ലിയസ് എന്ന് വിചാരിച്ചോളൂ. ZE ആണ് അതിന്റെ ചാർജ്. ഒരു സർക്കുലർ ഓർബിറ്റിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുവാണ്. ഇതാണ് നമ്മുടെ ഇലക്ട്രോൺ. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും കറന്റിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആയിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആയിരിക്കും. നമുക്ക് തുടങ്ങാം. ഈ സർക്കുലർ ലൂപ്പിന്റെ അല്ലെങ്കിൽ ഈ ഓർബിറ്റിന്റെ റേഡിയസ് സ്മോൾ ആർ ആണെന്ന് വിചാരിച്ചു. റേഡിയസ് സ്മോൾ ആർ. ദെൻ ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി 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 തിരിച്ച് ഇവിടെ എത്താനെടുക്കുന്ന ടൈമാണ് എന്ത്? ഒരു ഫുൾ റെവല്യൂഷനുള്ള ടൈമാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത് ആണല്ലോ. അപ്പോൾ നമുക്ക് കറന്റിന്റെ ഇക്വേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കറന്റിന്റെ ഇക്വേഷൻ എന്താണ്? I = Q/T ആണല്ലോ. ഹിയർ I = Q എന്ന് പറയുന്നത് എന്താണ്? ആ ഇലക്ട്രോണിന്റെ ചാർജ് ആയ സ്മോൾ e ഡിവൈഡഡ് ബൈ സ്മോൾ t എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫുൾ റെവല്യൂഷൻ എടുക്കുന്ന ടൈം അല്ലെങ്കിൽ ടൈം പീരീഡ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ T. വീണ്ടും ഈ ടൈം പീരീഡ് നമുക്ക് കണ്ടുപിടിക്കാം. T = ഒരു ഫുൾ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു സർക്കുലർ പാത്ത്, അതായത് സർക്കംഫറൻസ് ഓഫ് ദ സർക്കുലർ പാത്ത് അല്ല, അതാണ് അതിന്റെ ഡിസ്റ്റൻസ്, ഡിവൈഡഡ് ബൈ വെലോസിറ്റി എന്നുള്ള കണ്ടീഷൻ കൊടുക്കുമ്പോൾ 2πr/v. അപ്പൊ കറന്റ് എങ്ങനെ കൊടുക്കാം നമുക്ക്? I = E ഡിവൈഡഡ് ബൈ 2πr/v. ആ v ന്യൂമറേറ്ററിലേക്ക് പോയി. അങ്ങനെ I =
EV by 2πr ആണല്ലോ. നമുക്ക് വേണ്ടത് മാഗ്നറ്റിക് മൊമെന്റ് ആണ്. അപ്പൊ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ഇലക്ട്രോൺ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ എം എന്നുള്ള സിമ്പിളാണ് യൂസ് ചെയ്തത് അല്ലേ. ഇലക്ട്രോണിന്റെ കേസിൽ മാഗ്നറ്റിക് മൊമെന്റിന് നമ്മൾ കൊടുക്കുന്ന സിമ്പിളാണ് മ്യൂ എൽ. മ്യൂ എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു I into A അല്ലേ. IA എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇവിടെ എന്താ വരുന്നത് നോക്കാം. മ്യൂ എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു I എന്താന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. I എന്താണ്? EV by 2πr into A ആണല്ലോ. A എന്താണ് നമുക്കറിയാം, ഏരിയ ഓഫ് സർക്കുലർ പാത്ത്. എന്തായിരിക്കും? റേഡിയസ് സ്മോൾ ആർ ആണെങ്കിൽ ഏരിയ എന്ന് പറയുന്ന πr² ആയിരിക്കും. അപ്പൊ മ്യൂ എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു EV by 2πr ഇൻറ്റു ഏരിയക്ക് നമ്മൾ കൊടുക്കുവാണ് πr². ഒരു പൈ കട്ട് ചെയ്തു പോയി, ഒരു ആറും കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ മ്യൂ എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു EVR ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇലക്ട്രോണിന്റെ കേസിൽ മാഗ്നറ്റിക് മൊമെന്റിന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഇക്വേഷനായി EVR by 2 കിട്ടിയല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഇക്വേഷന് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മാസ് ഓഫ് ഇലക്ട്രോൺ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും നോക്കാം. EVR by 2 എന്നുള്ള ഇക്വേഷന് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മാസ് ഓഫ് ഇലക്ട്രോൺ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് ഈ എഴുതി, ഡിനോമിനേറ്ററിൽ 2ഉം എമ്മിയും എഴുതി, ബാക്കി ഉള്ള ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? MEV പിന്നെ എന്തുണ്ട്? R. ഈ MEVR അതെന്താണ്? MEVR കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. എന്താണ്? ആംഗുലാർ മൊമെന്റം അല്ലേ. അപ്പൊ ആംഗുലാർ മൊമെന്റം നമുക്ക് ഇവിടെ കൊടുക്കാവുന്ന സിമ്പിളാണ് L. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ടാണ് വരുന്നത് നോക്കാം. മ്യൂ എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു E by 2ME ഇൻറ്റു L. അപ്പൊ മറ്റൊരു ഇക്വേഷനായി ആംഗുലാർ മൊമെന്റിന്റെ ടേമിൽ നമുക്ക് ഇക്വേഷനായി മ്യൂ എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു E by 2ME ഇൻറ്റു സ്മോൾ എൽ. വീണ്ടും ആ സ്മോൾ എല്ലിനെ നമുക്ക് ഈ സൈഡിലേക്ക് എടുക്കുമ്പോൾ മ്യൂ എൽ ബൈ എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു E by 2ME. ഈ റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ. ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ. അതിൻ്റെ വാല്യൂ കൂടി ഒന്ന് ഓർത്തിരിക്കുക. 8.8 ഇൻറ്റു 10⁻10 യൂണിറ്റ് കൂളം പെർ കിലോഗ്രാം. അതായത് ചാർജ് ഓഫ് ഇലക്ട്രോൺ എത്രയാ? 1.6 ഇൻറ്റു 10⁻−19. മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയാ? 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം. അത് കൊടുത്ത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 8.8 ഇൻറ്റു 10⁻10 കൂളം പെർ കിലോഗ്രാം. വീണ്ടും നമുക്കറിയാം ബോർസ് പോസ്റ്റുലേറ്റ് അനുസരിച്ച് L that is equal to NH by 2π എന്നറിയാം അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷൻ എങ്ങനെ നമുക്ക് മാറ്റി എഴുതാം? മ്യൂ എൽ that is equal to E by 2ME ഇൻറ്റു എല്ലിന് പകരം നമ്മൾ കൊടുക്കുവാണ് NH by 2π. അപ്പം എന്താ ഇക്വേഷൻ? മ്യൂ എൽ that is equal to NEH divided by 2 into 2 4. അപ്പോൾ 4πMe. അപ്പോൾ മറ്റൊരു ഇക്വേഷൻ ആണ് മ്യൂ എൽ that is equal to NEH divided by 4πMe. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിന്റെ കേസ് നമ്മൾ എടുക്കുവാണെങ്കിൽ സ്മോൾ
n that is equal to 1 ആയിരിക്കും അല്ലേ? ഇപ്പൊ mu l that is equal to EH by 4 pi me. ഫസ്റ്റ് ഓർബിറ്റിന്റെ കേസിൽ mu l that is equal to EH by 4 pi me. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ബോർ മാഗ്നെറ്റോൺ. ബോർ മാഗ്നെറ്റോൺ. ഇതിന്റെ വാല്യൂം, അതായത് ചാർജ് ഓഫ് ഇലക്ട്രോണും പ്ലാങ്ക്സ് കോൺസ്റ്റന്റും മാസ് ഓഫ് ഇലക്ട്രോണും അതേമാതിരി 4 pi വാല്യൂ ഒക്കെ കൊടുത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ ഒന്ന് ഓർത്തിരിക്കണേ. 9.27 into 10⁻⁻24 യൂണിറ്റ് ആംബിയർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ബോർ മാഗ്നെറ്റോണിന്റെ വാല്യൂവും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ദ മിനിമം വാല്യൂ ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ആൻ ഇലക്ട്രോൺ, അതിനെയാണ് നമ്മൾ പറയുന്നത് ബോർ മാഗ്നെറ്റോൺ. അത് ഫസ്റ്റ് ഓർബിറ്റിൽ കൂടി റിവോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 9.27 into 10⁻⁻24 ആംബിയർ മീറ്റർ സ്ക്വയർ. അപ്പൊ നമ്മൾ ചെയ്ത വിധം ഒന്ന് ശ്രദ്ധിക്കാം. ഒരു ഇലക്ട്രോൺ ആ റേഡിയസ് ഉള്ള ഓർബിറ്റിൽ കൂടി ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ നമുക്കറിയാം ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ഹോൾ ആണ്. കറണ്ട് എന്താണെന്ന് കണ്ടുപിടിച്ചു. I equals Q by T എന്നുള്ള ഇക്വേഷൻ. ഹിയർ Q എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. അപ്പോൾ ചാർജ് ഓഫ് ഇലക്ട്രോൺ സ്മോൾ e ആണ്. ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്ന ഒരു ഫുൾ റവല്യൂഷൻ എടുക്കുന്ന ടൈം, ദറ്റ് ഈസ് ടൈം പീരീഡ്, ക്യാപിറ്റൽ ടി. ഇവിടെ ക്യാപിറ്റൽ ടി നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലെ? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എന്നുള്ള കണ്ടീഷൻ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. അപ്പൊ 2πr by v. ആ വാല്യൂ നമ്മൾ കൊടുത്തു. അങ്ങനെ EV by 2πr നമുക്ക് കിട്ടി. വീണ്ടും മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ നമ്മൾ ആലോചിച്ചു. ദറ്റ് ഈസ് IA എന്ന് ഓർക്കുക. അപ്പോൾ ഇലക്ട്രോണിന്റെ കേസ് ആകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ ആണ് mu l. അപ്പൊ ആ വാല്യൂ നമ്മൾ കൊടുത്തു. വീണ്ടും നമുക്കറിയാം A എന്ന് പറയുന്ന ഏരിയ ആണ്, ദറ്റ് ഈസ് πr² ആണ്. അത് കൊടുത്ത് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ഇക്വേഷനായി EVR by 2. ഈ ഇക്വേഷനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാനായിട്ട് മാസ് ഓഫ് ഇലക്ട്രോൺ വെച്ച് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ MEVR എന്ന് പറയുന്നത് എന്താണ്? ആംഗുലാർ മൊമെന്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഇക്വേഷനായി mu l that is equal to E by 2me into L. അല്ലെങ്കിൽ ആ mu l by L എന്താന്ന് കണ്ടുപിടിച്ചു. ആ റേഷ്യോയ്ക്ക് പ്രത്യേക പേരാ പറയുന്നത് ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ, സ്മോൾ e by 2me. അതിന്റെ വാല്യൂ ഓർത്തിരിക്കുക 8.8 into 10⁻10 കൂളം per കിലോഗ്രാം. ബോൾസ് പോസ്റ്റുലേറ്റ് അനുസരിച്ച് L that is equal to NH by 2π നമുക്കറിയാം. ആ വാല്യൂ കൂടി നമ്മൾ കൊടുത്തു. അങ്ങനെ നമുക്ക് കിട്ടി NEH by 4π me. ഫോർ ഫസ്റ്റ് ഓർബിറ്റിന്റെ കേസ് ആണെങ്കിൽ അല്ലെങ്കിൽ മിനിമം ഓർബിറ്റിന്റെ കേസ് ആണെങ്കിൽ n that is equal to 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണ് mu l that is equal to EH divided by 4π me. അതിൽ വാല്യൂസ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 9.27 into 10⁻⁻24 ആംബിയർ മീറ്റർ സ്ക്വയർ. നമുക്കൊരു പ്രോബ്ലം നോക്കാം. 4.9. A square coil of side 10 cm consists of 20 turns and carries a current of 12 ampere. The coil is suspended vertically and the normal to the plane of the coil makes an angle of 30 degrees with the direction of a uniform magnetic field 0.8 Tesla. What is the torque experienced by the coil? ചെയ്യാലോ. ടോർക്കാണ് കണ്ടുപിടിക്കാനുള്ള. തന്നിരിക്കുന്ന ഫാക്ടേഴ്സ് നമുക്ക് എടുത്ത് എഴുതാം. എ സ്ക്വയർ കോയിൽ ഓഫ് സൈഡ് 10 സെന്റിമീറ്റർ. അപ്പോൾ ഒരു സൈഡിന്റെ ലെങ്ത് നമുക്ക് തന്നിരിക്കുന്ന 10 സെന്റിമീറ്റർ ആണ്. ദറ്റ് ഈസ് 10 into 10⁻⁻2 മീറ്റർ ആണ്. അപ്പോൾ ഉറപ്പായിട്ട് സ്ക്വയർ കോയിൽ അല്ലേ? അപ്പൊ ഏരിയ നമുക്ക് L² കണ്ടാൽ മതി. അപ്പൊ 10 into 10⁻⁻2 ദ ഹോൾ സ്ക്വയർ, അത്രയും മീറ്റർ സ്ക്വയർ. Then number of turns തന്നിട്ടുണ്ട് n that is equal to 20. കറന്റ് ഉണ്ട് I equals 12 ampere. Then angle theta 30 degree. Strength of magnetic field 0.8 Tesla. ടോർക്ക് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എന്താണ് ടോർക്കിന്റെ ഇക്വേഷൻ? ടോ that is equal to IAB sin തീറ്റയാണ്. ഒരു ലൂപ്പ് ഉള്ളെങ്കിൽ, ഒരു ടേൺ ഉള്ളെങ്കിൽ, n ടേൺ ഉണ്ടെങ്കിൽ
n ടൈംസ് എന്ന് പറഞ്ഞു വരും അല്ലെ. ടോ ഈക്വൽസ് NIAB സൈൻ തീറ്റ. വാല്യൂസ് കൊടുക്കുമ്പം ടോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്നിന്റെ വാല്യൂ 20, I 12, ഏരിയ 10 into 10 raised to minus 2 the whole square, B 0.8 sin theta sin 30. sin 30യുടെ വാല്യൂ എത്ര നമുക്കറിയാം, എത്രയാ 1/2. അപ്പോൾ ആ വാല്യൂ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ടോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.96. ടോർക്കിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ. ഇക്വേഷൻ ഓർത്തിരിക്കുക. n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ടോ ഈക്വൽസ് NIAB സൈൻ തീറ്റ. വാല്യൂസ് കൊടുക്കുക. ആൻസർ 0.96 യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഒരു റെക്ടാങ്കുലർ കറന്റ് ക്യാരിയിങ് ലൂപ്പ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്കിന്റെ ഇക്വേഷൻ ആയിരുന്നു അല്ലെ. എന്താ നമുക്ക് കിട്ടിയത്? ടോ ഈക്വൽസ് IAB സൈൻ തീറ്റ, അല്ലെങ്കിൽ ടോ ഈക്വൽസ് MB സൈൻ തീറ്റ, അല്ലെങ്കിൽ വെക്ടർ ടോ ഈക്വൽസ് വെക്ടർ M ക്രോസ് വെക്ടർ B. n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ടോ ഈക്വൽസ് NIAB സൈൻ തീറ്റ. ഈ M എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് മൊമെന്റ്. അപ്പൊ ഇക്വേഷൻ എന്തായിരുന്നു? M ഈക്വൽസ് IA. എപ്പോഴാണ് ടോർക്ക് മാക്സിമം ആയിട്ട് വരുന്നത്? പ്ലെയിൻ ഓഫ് ദ കറന്റ് ക്യാരിയിങ് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ട് വെച്ചാൽ. അപ്പോഴാണ് നമുക്ക് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? പ്ലെയിൻ ഓഫ് ദ ലൂപ്പിന് നമ്മളൊരു നോർമൽ വരച്ചാൽ ദാറ്റ് നോർമലും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ്. കറന്റ് ക്യാരിയിങ് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ടോർക്കിന്റെ വാല്യൂ മിനിമം ആയിരിക്കും, 0 ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഒരു കറന്റ് ക്യാരിയിങ് സർക്കുലർ ലൂപ്പിനെ ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന വിധം കണ്ടുപിടിച്ചു അല്ലെ. അങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടി. ആക്സിയൽ ലൈനിൽ സിമിലർ ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കിട്ടിയ മാതിരി തന്നെ ഇക്വേഷൻ കിട്ടി. B ഈക്വൽസ് μ0/4π 2m/x³ എന്നുള്ള ഇക്വേഷൻ. ഇനി ഏതാണ് അതിന്റെ പോൾസ് എന്ന് തിരിച്ചറിയാനായിട്ട് കറന്റിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ആ ഫേസ് സൗത്ത് പോൾ ആയിട്ട് എടുക്കണം. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ആ ഫേസ് നോർത്ത് പോൾ ആയിട്ട് കൺസിഡർ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഒരു ഇലക്ട്രോൺ ഓർബിറ്റിൽ കൂടി റിവോൾവ് ചെയ്യുമ്പോൾ ആ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് പല പല ഫോംസ് കണ്ടുപിടിച്ചു. μL ദാറ്റ് ഈസ് ഈക്വൽ ടു EVR ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ μL ദാറ്റ് ഈസ് ഈക്വൽ ടു NEH ബൈ 4πme എന്നുള്ള ഇക്വേഷൻ. അവിടെ രണ്ട് പുതിയ ടേംസ് ഓർത്തു. ഏതാണ്? ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ μL ബൈ സ്മോൾ l ദാറ്റ് ഈസ് സ്മോൾ e ബൈ 2me. വാല്യൂ ഓർക്കുക 8.8 into 10⁻10 കൂളം പെർ കിലോഗ്രാം. ദെൻ ഫസ്റ്റ് ഓർബിറ്റിന്റെ കേസ് ആണെങ്കിൽ μL ദാറ്റ് ഈസ് ഈക്വൽ ടു EH ബൈ 4πme. അതിന് പറയുന്ന പേരാണ് ബോർ മാഗ്നറ്റോൺ. അതിന്റെ വാല്യൂ ആണ് 9.27 into 10⁻⁻24 യൂണിറ്റ് ആംപിയർ മീറ്റർ സ്ക്വയർ.